വെൽക്കം ടു എഡെക്സി ലേണിംഗ്. അപ്പോൾ നമ്മുടെ ക്യാറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത് എങ്ങനെ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഇതിലോട്ട് ഫില്ല് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മുടെ ക്യാറ്റിന്റെ ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു ടൈം ലൈന് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ക്യാറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നൊക്കെയാണ് ഇതിന്റെ ടൈം ലൈന് വരുന്നത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഓൾറെഡി ചെയ്ത കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്. പക്ഷെ ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്യാണ്, മെൻഷൻ ചെയ്ത് പോവാം. നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ്, രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13th സെപ്റ്റംബറിലാണ്. അതുപോലെ തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുന്നത് 5th നവംബറിനായിരിക്കും. എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് 30 നവംബർ 2025 ഓക്കെ, ഇനി ഇതിലൊരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് എനിക്ക് പറയണമെന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റിലെ ടൈമും അതുപോലെ നമുക്ക് എന്നാണോ അഡ്മിറ്റ് കാർഡ് വരും, നമുക്കറിയാം 5th നവംബറിന് അഡ്മിറ്റ് കാർഡ് വരും. ആ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ ടൈം എന്ന് പറയുന്നത് 5 PM ആണ്. അപ്പൊ ഇതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിരിക്കണം ആ പെർട്ടിക്കുലർ ഡേറ്റിൽ. അതുപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ എന്ത് ചെയ്തിരിക്കണം, 5 PM മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫീനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. SC ST അതുപോലെ PWD കാറ്റഗറിക്ക് വരുന്നത് 1300, ജനറൽ കാറ്റഗറി ബാക്കി വരുന്ന എല്ലാ കാറ്റഗറിക്കും വരുന്നത് 2600. അതായത് ജനറൽ കാറ്റഗറിന്റെ ഹാഫ് ആണ് ആയിരിക്കും വരുന്നത് SC ST PW കാറ്റഗറികൾ. ഇനി നമ്മൾ എന്തൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്, ഒരു രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം, അതുപോലെ മെയിൽ ID ഉണ്ടായിരിക്കണം, നമ്മുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം, സ്കാനഡ് കോപ്പി ഓഫ് സിഗ്നേച്ചർ, നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ ഒരു സ്കാൻ ചെയ്തിട്ടുള്ള ഒരു കോപ്പി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ, EWS ആണോ, അതോ OBC NCL ആണോ, അതോ SC ST PW ആണോ, ഏതാണോ നിങ്ങളുടെ കാറ്റഗറി, ആ കാറ്റഗറിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ക്യാറ്റ് എവിടെ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത്. അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് IIM കാലിക്കറ്റിന്റെ സൈറ്റിലാണുള്ളത്. സൈറ്റ് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിടാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് 2 സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വെബ്സൈറ്റ്, ഓൺലൈൻ വെബ്സൈറ്റിൽ കയറിയിട്ട്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണം. ആ രജിസ്ട്രേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം. അതായത് ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇതാ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെയിൽ IDയും അതുപോലെ ഫോൺ നമ്പറും എല്ലാം ചെയ്തിട്ട് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറി ലോഗിൻ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം അല്ലെ ആഡ് ചെയ്തിരിക്കണം എന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് നെയിം, നമ്മുടെ നെയിം, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഇമെയിൽ ID ഉണ്ടായിരിക്കണം, ഫോൺ നമ്പറും നമ്മുടെ കൺട്രി ഏതാണ് മെൻഷൻ ചെയ്തിരിക്കണം. ഇനി ഇവിടെ നമുക്ക് OTP വെരിഫിക്കേഷൻ ഉണ്ട്. OTP വെരിഫിക്കേഷൻ 2 രീതിയിലുണ്ട്. അതായത് രണ്ടും വന്നിരിക്കും, ഫോണിലോട്ടും വരും, മീൻസ് നമ്മുടെ നമ്പറിലോട്ടും വരും, അതുപോലെ മെയിൽ IDയിലോട്ടും വരും. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഫസ്റ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ക്യാറ്റിന്റെ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെയാണ് വരുന്ന പ്രധാന ഏരിയകൾ എന്നുള്ളത് നോക്കാം. ഒന്ന് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആദ്യം എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അക്കാഡമിക് ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതുപോലെ പ്രോഗ്രാംസ്, നമുക്ക് ഏതൊക്കെ പ്രോഗ്രാംസ്, ഞാൻ ഇപ്പോൾ ആപ്ലിക്കേഷൻ ചെയ്തു IIM പോയിട്ട് ഞാൻ ഏത് പ്രോഗ്രാം പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ എക്സാം സിറ്റീസ് എവിടെ ആയിരിക്കണം, ടെസ്റ്റ് സിറ്റി എവിടെ ആയിരിക്കണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും ഈ ഒരു ലൈനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. ഇനി ഇതിന്റെ പേയ്മെന്റ് മെത്തേഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. പേയ്മെന്റ് എത്രയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസിലോട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പേര്, നമ്മുടെ ഫസ്റ്റ് പേര്, മിഡിൽ നെയിം, അതുപോലെ എൻഡ് നെയിം, ഫസ്റ്റ് അതുപോലെ മിഡിൽ, ലാസ്റ്റ് നെയിം, ഇത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, അതിനുശേഷം ഫാദർ ഓർ ഗാർഡിയൻ നെയിം ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ മദർ ഓർ ഗാർഡിയൻ നെയിം നമ്മൾ ഫില്ല് ചെയ്യണം. ഇനി സ്പൗസ് ഉള്ളവർക്ക് സ്പൗസിന്റെ നെയിം ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്താണ് ഓപ്ഷണൽ ആണ്, ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ നിങ്ങളുടെ ജെൻഡർ ഏതാണോ, അതുപോലെ നിങ്ങളുടെ നാഷണാലിറ്റി, നിങ്ങളുടെ കാറ്റഗറി നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഏതാണ്, OBC ഉണ്ട്, അതുപോലെ SC ST PWD അല്ലെങ്കിൽ EWS, ഇങ്ങനെയുള്ള കാറ്റഗറി ഏതാണോ ആ കാറ്റഗറി നമ്മളവിടെ മെൻഷൻ ചെയ്യണം. അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അറ്റാച്ചും ചെയ്തിരിക്കണം. ഓക്കെ,
ഇനി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആൾട്ടർനേറ്റീവ് മെയിൽ ഐ ഡി, എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കേസുകളിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് മെയിൽ ഐ ഡി യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് അത് ഓപ്ഷണൽ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി എമർജൻസി കോൺടാക്ട് നമ്പർ ആൻഡ് റിലേഷൻ വിത്ത് ദ കാൻഡിഡേറ്റ്സ്. അതായത് കാറ്റ് എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാൻ ഒരു നമ്പർ, ആ നമ്പർ ഇപ്പോൾ നിങ്ങളുടെ ഫാദറിന്റെ ആണെങ്കിൽ റിലേഷൻഷിപ്പ് ഫാദർ, ഇനി ബ്രദർ ആണെന്നുണ്ടെങ്കിൽ ബ്രദർ, ഇനി നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, ഹസ്ബൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻ നിങ്ങൾ മെൻഷൻ ചെയ്യാം. ഓക്കെ. ഇനി കാറ്റഗറിയുടെ കേസിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സെൻട്രൽ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതികൾ നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷണൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോം ഫില്ല് ചെയ്ത് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ഒരു ഹിന്ദിയാണ് നമ്മളുടെ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം, നമ്മളിപ്പോൾ പേഴ്സണൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തു. ഇനി നമ്മൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് നോക്കാം. നമ്മുടെ ഫോട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തുണ്ടായിരിക്കണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. അതിനെ കുറിച്ചുള്ള കുറച്ച് മെൻഷൻ ആയിട്ടുള്ള ക്രൈറ്റീരിയാസുകൾ ഉണ്ട്. ഒന്ന്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ഫുൾ ഫേസ് ഉണ്ടായിരിക്കണം, ഫ്രണ്ട് വ്യൂ ആയിരിക്കണം, ഐസ് ഓപ്പൺ ആയിരിക്കണം. ഇതൊക്കെ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ ആണ്. മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. അതായത് 6 മന്തിന് ശേഷം എടുത്ത ഫോട്ടോകൾ എന്തല്ല അപ്ലോഡ് ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ അപ്ലോഡ് ചെയ്യുക. അതിന്റെ കേസിൽ അതേ ഫോട്ടോ നിങ്ങളിപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഏത് ഫോട്ടോ ആണോ അറ്റാച്ച് ചെയ്യുന്നത് അതേ ഫോട്ടോ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലും നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. ഓക്കെ. ഇനി ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് 2 ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഒന്ന് JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ഡയമെൻഷനും പറയുന്നുണ്ട് 1200 x 1200 പിക്സലിലാണ് നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ വരുന്നത്. ഇനി സിഗ്നേച്ചറുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു സ്കാനഡ് കോപ്പി ആയിരിക്കും നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സിഗ്നേച്ചർ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ടുള്ള കോപ്പിയിലോട്ട് മാറ്റാം. അതിന്റെ ഡയമെൻഷൻ പറയുന്നുണ്ട് 80 mm x 35 mm ആണ്. ഇനി അതിന്റെ സൈസ്, ഏതിന്റെ, സിഗ്നേച്ചറിന്റെ സൈസ് പറയുന്നത്, സിഗ്നേച്ചറിന്റെ സൈസ് എത്രയാണ്, 80 KB ആണ്. ഇനി ഇത് അപ്ലോഡ് ചെയ്യണം. ഏതൊക്കെ അപ്ലോഡ് ചെയ്യണം, നമ്മുടെ NC, OBC, ST, SC, EWS സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, സ്കാൻഡ് കോപ്പി ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ട് വേണം കയറ്റണം. ഫോണിലല്ല, പ്രോപ്പർ ആയിട്ടുള്ള സ്കാനിങ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് എന്തൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം നോക്കാം. നമ്മുടെ 10th സർട്ടിഫിക്കറ്റ്, അതുപോലെ +2 സർട്ടിഫിക്കറ്റ്, അതിന്റെ മാർക്കുകൾ അപ്ലോഡ് ചെയ്യുക. അപ്പൊ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് പെർസെന്റേജിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ പെർസെന്റേജ് ആഡ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എപ്പോഴും 2 ഡെസിമൽസ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ, എനിക്ക് ഇപ്പൊ 10th ഒരു 92.834 എന്ന് പറയുന്നതാണ് എന്റെ പെർസെന്റേജ് എങ്കിൽ ഞാൻ ആഡ് ചെയ്യേണ്ടത് 92.83 എന്നായിരിക്കണം. ഓക്കെ. കാരണം എന്താണ്, ഇത് 5 ബിലോ ആണ്. ഇനി ഇൻ കേസ് നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും അടുത്ത് കിട്ടുന്നത്, എന്തായിരിക്കും, ഒരു 93.878 എന്നാണെന്നുണ്ടെങ്കിൽ എനിക്കത് എങ്ങനെ പറയാം, 93.89 എന്നുള്ള രീതിയിലോട്ട് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്ത് 2 ഡെസിമൽ ആക്കി മാറ്റാം. ഓക്കെ. അപ്പൊ ഈ രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ പെർസെന്റേജും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ബാച്ചിലേഴ്സ് ഡിഗ്രിയിലോട്ട് വരും. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തായിരിക്കും, ഒന്നെങ്കിൽ ഇപ്പൊ ഡിഗ്രി 3rd ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. ഓക്കെ. ആരും പിന്നെ ഫൈനൽ ഇയർ, നിങ്ങൾ ഫൈനൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ എസ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ വേണമെന്ന് നോക്കാം. ഒന്ന്, ടോട്ടൽ ഡ്യൂറേഷൻ എത്രയായിരിക്കും മെൻഷൻ ചെയ്യണം, കറന്റ് സെമസ്റ്റർ, യൂണിവേഴ്സിറ്റി ടൈപ്പ് ആൻഡ് നെയിം, നിങ്ങളുടെ സ്റ്റേറ്റ്, കോളേജ് നെയിം, ഡിഗ്രി നെയിം ഏതാണോ, നിങ്ങൾ എന്നത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇൻ കേസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ മാർക്ക് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ടൈപ്പ്, യൂണിവേഴ്സിറ്റി നെയിം, നിങ്ങളുടെ പ്രോഗ്രാം എന്ന് കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾ അഗ്രിഗേറ്റ് പെർസെന്റേജ് മാർക്ക് ഇതൊക്കെ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ. ഇനി നിങ്ങൾ മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ഒരാളാണെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രീന് ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. പ്ലസ് നിങ്ങൾ എന്തെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ CS പോലെയുള്ള ഏതെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അക്കാഡമിക് ഡീറ്റെയിൽസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഓക്കെ. ഇനി വർക്ക് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, പക്ഷെ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസിന്റെ കേസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കി നോക്കാം. ഇതിൽ വരുന്നത് ഓൺലി ഫുൾ ടൈം എക്സ്പീരിയൻസ് ആഫ്റ്റർ ഗ്രാജുവേഷൻ മസ്റ്റ് ബി എൻഡഡ്. നിങ്ങൾ ഗ്രാജുവേഷന് ശേഷം ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് പെയ്ഡ് വർക്കുകൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ അതിന് വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ള കാറ്റഗറിയിലോട്ട് ആഡ് ചെയ്തുള്ളൂ. ഇവിടെ എന്തില്ല, നമ്മുടെ ഇന്റേൺഷിപ്പ്, ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതിൽ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ പാർട്ട് ടൈം, അല്ലെ, നമ്മൾ എന്താണ് ഇപ്പോൾ കണ്ടുവരുന്നത്, ഹരിയാണ എല്ലാവരും പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഇതൊന്നും എന്തല്ല, നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസിൽ ആഡ് ചെയ്യാൻ
പോസിബിൾ അല്ല. ഇനി വർക്ക് എക്സ്പീരിയൻസ് ഷുഡ് ബി റിപ്പോർട്ട് ഇൻ ദ കംപ്ലീറ്റ് മന്ത് ആസ് ഓഫ് ജൂലൈ 31st. അപ്പൊ ജൂലൈ എൻഡ് വരെയുള്ള ആ ഒരു ടൈം പീരീഡ്, ഇപ്പോ 2025 ജൂലൈ വരെയുള്ള വർക്ക് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. സപ്പോസ് നിങ്ങൾ ഇപ്പോൾ ഒരു വർക്കിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നെക്സ്റ്റ് ഒരു വർക്കിൽ ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫസ്റ്റ് ഫേമിൽ വർക്ക് ചെയ്ത നമ്പർ ഓഫ് മന്ത്സ് പ്ലസ് നിങ്ങളിപ്പോ ജൂലൈ 31st ആകുമ്പോൾ ന്യൂ ഫേമിൽ എത്ര മന്ത് ഉണ്ടോ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് മന്ത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് എക്സ്പീരിയൻസിന്റെ കേസിൽ വരുന്നത്. ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എന്താണ് ഇവിടെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി പ്രോഗ്രാമിന്റെ കേസ് ഞാനിവിടെ കുറച്ച് പ്രോഗ്രാമുകൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരുപാട് പ്രോഗ്രാംസ് എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ. ഓക്കെ, നമുക്ക് നോക്കാം. പി ജി പി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം ആണ്. ജനറൽ MBA പോലെ നമുക്ക് പറയാം. ഇത് എല്ലാ IIMs എന്താണ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇത് അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി സെലക്ട് പ്രോഗ്രാമിന്റെ കേസിൽ നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഒരു പ്രോഗ്രാം ഇപ്പൊ PGP എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ഇന്റർവ്യൂ സിറ്റിംഗ് കൂടി എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ചെന്നൈന്നോ ഫസ്റ്റ് പ്രിഫറൻസ് ചെന്നൈ എന്ന് കൊടുത്തു, അടുത്ത ഞാൻ ബാംഗ്ലൂർ എന്ന് കൊടുത്തു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പ്രോഗ്രാമിനും അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യാം, ഇന്റർവ്യൂ സിറ്റി കൂടി നിങ്ങൾക്ക് ആ ടൈമിൽ തന്നെ പ്രിഫർ ചെയ്ത് പോകാനും പറ്റുന്നതാണ്. അടുത്തത് PGP HRM അല്ലെങ്കിൽ MBA HRM അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ MBA. അതുപോലെ FABM നമ്മൾ അഹമ്മദാബാദ് കൊടുക്കുന്ന ഫുഡ് ആൻഡ് അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ BA ബിസിനസ് അനാലിറ്റിക്സ്, പിന്നെ PGPF അതായത് ഫിനാൻഷ്യൽ MBA ഫിനാൻഷ്യൽ എന്നിട്ടല്ലേ. അതുപോലെ തന്നെ LSM ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്. ഇനി PGP BL എന്ന് പറയുന്നത് ബിസിനസ് ലീഡേഴ്സ് ആണ്. നമ്മുടെ IIM കാലിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ലീഡർഷിപ്പ് ആണ്. ഇതിനെന്ന് പറയുന്നത് 4 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതും എക്സ്പീരിയൻസ് ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് എന്താണ് ഓരോ IIMന്റെയും അണ്ടറിൽ പോസിബിൾ ആണ്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട പ്രോഗ്രാം ഏതാണോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ഇല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാഴ്ചപ്പാടോ ഞാനിപ്പോ HRM പഠിക്കാം അല്ലെങ്കിൽ ഞാൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ പഠിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രോഗ്രാം എന്നുള്ളത് അത് സെലക്ട് ചെയ്യുക. അതിന്റെ എക്സാം സിറ്റിംഗ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്റർവ്യൂ സിറ്റിംഗ് കൂടി ആ സമയത്ത് തന്നെ മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ടെസ്റ്റ് സിറ്റി സെലക്ഷൻ ആണ്. അതായത് നിങ്ങളുടെ എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് 5 സിറ്റികൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം ബേസ്ഡ് ഓൺ പ്രിഫറൻസ്. ഇപ്പൊ ഞാനൊരു ഫസ്റ്റ് ഒരു പ്രിഫറൻസ് എക്സാമ്പിൾ ആട്ടോ, ഇപ്പൊ ഞാൻ എറണാകുളം എന്ന് കൊടുത്തു. എന്നിട്ട് എനിക്കിപ്പോ ചെറിയ ട്രിപ്പ് അടിക്കാനൊരു താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ എന്തെടുത്തു, ബാംഗ്ലൂർ എന്ന് കൊടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ ഇല്ലേ, നിങ്ങൾക്ക് എവിടെയാണ് എക്സാം സിറ്റി നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന പ്ലേസ് അതിനനുസരിച്ച് ചെയ്യാം. 5 സിറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഫർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫുൾ എന്താണ്, ഓൺലൈൻ പേയ്മെന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI ID ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ പേയ്മെന്റുകൾ ചെയ്യാം. പേയ്മെന്റ് വാല്യൂ എമൗണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ ആണെന്നുണ്ടെങ്കിൽ 2600 SC/ST ആണെന്നുണ്ടെങ്കിൽ 1300 ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് കൂടിയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ആപ്ലിക്കേഷൻ പേയ്മെന്റിന്റെ ട്രാൻസാക്ഷൻ നമ്പറും കാര്യങ്ങളും കിട്ടും. നിങ്ങൾക്ക് പിന്നെ സബ്മിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ, നമ്മളിപ്പോ എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്തു, ക്യാറ്റിന് രജിസ്റ്റർ ചെയ്തിരിക്കുക. രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയോ, പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ എഡെക്സിയിലെ മാസ്റ്റർ ക്യാറ്റ് സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കും അതുപോലെ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നമ്പറും എന്ത് ചെയ്യാം, ഞാനിവിടെ താഴെ കൊടുക്കാം. അതിൽ എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, എങ്ങനെ ക്യാറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ സി യു ലേറ്റർ.